ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റഡി SCERT ഫോർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ. ഒരു അടച്ച സർക്യൂട്ടിൽ, അതായത് ക്ലോസ്ഡ് സർക്യൂട്ടിൽ കൂടി മാത്രമേ വൈദ്യുതി പ്രവഹിക്കുകയുള്ളൂ. ഒരു സർക്യൂട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തുറന്ന സർക്യൂട്ട് അഥവാ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നു. തുറന്ന സർക്യൂട്ടിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുന്നില്ല. ഒരു വൈദ്യുത സർക്യൂട്ടിൽ വൈദ്യുതി നൽകുന്ന സ്രോതസ്സാണ് സെല്ല്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ അഥവാ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ എന്ന് പറയുന്നത്. അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതോപകരണങ്ങളും തകരാറാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്ന ഉപകരണമാണ് സേഫ്റ്റി ഫ്യൂസ്. അമിതമായി വൈദ്യുതി കടന്നു പോകുമ്പോൾ ഫ്യൂസ് കമ്പി ഉരുകി പൊട്ടിപ്പോകുന്നതിനാൽ കനം കുറഞ്ഞ കമ്പികളാണ് ഫ്യൂസ് വയറായി ഉപയോഗിക്കുന്നത്. MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇപ്പോൾ ഫ്യൂസ് വയറിന് പകരം വീടുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് MCB. വൈദ്യുത പ്രവാഹം അമിതമാകുമ്പോൾ ഈ സംവിധാനം സർക്യൂട്ട് വിച്ഛേദിക്കുന്നു. കാന്തവും വൈദ്യുതിയും. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം പ്രയോജനപ്പെടുത്തിയാണ് വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം ആദ്യമായി മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയതും ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. വൈദ്യുതി കടന്നു പോകുമ്പോൾ മാത്രം കാന്തിക ഗുണം ലഭിക്കുന്ന വസ്തുക്കളാണ് വൈദ്യുത കാന്തം. വൈദ്യുത കാന്തം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത ഫാൻ, ഇലക്ട്രിക് ബെൽ, വൈദ്യുത മോട്ടോർ. ജലവൈദ്യുത നിലയം. അണകെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഉയരത്തിൽ അണകെട്ടി നിർത്തിയ ജലം വളരെ താഴ്ചയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടർബൈനിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനമാണ് പെൻസ്റ്റോക്ക് പൈപ്പുകൾ. ജലവൈദ്യുത നിലയത്തിൽ ഒഴുകുന്ന ജലത്തിൻ്റെ ഗതികോർജം ഉപയോഗിച്ച് ടർബൈൻ കറങ്ങുന്നു. വൈദ്യുതിയുടെ ആവശ്യം കൂടി വരികയും ഉൽപ്പാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണമാണ് പവർ കട്ട്, ലോഡ് ഷെഡിങ്. വൈദ്യുത ഉപകരണങ്ങളിൽ അടയാളപ്പെടുത്തിയിരിച്ചിട്ടുള്ള നക്ഷത്ര ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് ഉപകരണത്തിൻ്റെ ഊർജ്ജക്ഷമതയാണ്.